മറ്റൊരു ഉദ്ഘാടനം കൂടി പറയാനുണ്ട്. മറ്റന്നാളിൽ നമ്മുടെ അംഗനവാടി ശിവേട്ടന്റെ അമ്പലപ്പറമ്പിൽ ശിവേട്ടന്റെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശിവപ്രസാദിന്റെ വാതില് ഒരു സ്മാർട്ട് അംഗനവാടി മറ്റന്നാള് വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇന്ന് വന്ന മുഴുവൻ ആളും ഒരാൾ പോലും കുറയാതെ ആ പരിപാടിക്ക് പറ്റി ആ പരിപാടി വിജയകരമാക്കണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി പറയുകയാണ്. നമ്മളൊരു ജനപ്രതിനിധിയാകുമ്പോ നമ്മൾ പ്രത്യേകിച്ച് വികസന പ്രവർത്തനങ്ങളിൽ യാതൊരുവിധമായ രാഷ്ട്രീയവും കാണിച്ചിട്ടില്ല. കണ്ണാടിയില് നമ്മുടെ ഭരണസമിതി അല്ല ഭരിക്കുന്നത്, പക്ഷേ അവിടെയും കണ്ണാടിയിലെ സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് അവരുടെ മക്കൾക്ക് ഒരു മംഗളമായ ചടങ്ങ് നടത്തുമ്പോൾ അത് നടത്തുവാൻ വേണ്ടി മനോഹരമായ ഒരു ഓഡിറ്റോറിയം, ആ ഓഡിറ്റോറിയത്തിന് വേണ്ടിയും 5 കോടി രൂപ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങൾ മുന്നോട്ട് പോവുകയാണ്. രായിരിയിൽ എവിടെ പോയാലും ഇന്നലെ ഒരു ക്രിക്കറ്റ് മത്സരം ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോഴും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഷബീർക്കൊക്കെ ഇവിടെ പോയി. അവിടുത്തെ ചെറുപ്പക്കാർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം നല്ലൊരു ഗ്രൗണ്ട് ഇല്ല എന്നുള്ളത്. മുൻ MLA ശ്രീ ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന്റെ കാലയളവിൽ എല്ലാ പഞ്ചായത്തിലും ഒരു സ്റ്റേഡിയം നിർമ്മിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. സ്ഥലം കിട്ടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പ്രായരിയില് ഫോറസ്റ്റിന്റെ ഒരു ഭൂമിയാണ്. ഈ മാധ്യമപ്രവർത്തകരായ സുഹൃത്തുക്കളോട് പറയുന്നത് നിങ്ങളത് പോയി കാണണം. ഒരു തുളസി ചെടി പോലും ഇതിനകത്തില്ല. ഫോറസ്റ്റ് ആ ഭൂമി പകരം ഭൂമി വാങ്ങിക്കൊടുക്കുക. ആ ഭൂമി സാധാരണ ഫോറസ്റ്റിന്റെ ഭൂമി എടുക്കുന്ന അങ്ങനെയാണ്, പകരം ഭൂമി വാങ്ങിക്കൊടുക്കാണ്. ആ ഭൂമി വിട്ടു തന്നാൽ അവിടെ ഈ ചെറുപ്പക്കാർക്ക് പ്രായരിയില് ധാരാളം നല്ല മനോഹരമായ സ്പോർട്സിൽ ഗെയിംസിലും ഒക്കെ എൻഗേജ് ആയിട്ടുള്ള ചെറുപ്പക്കാർ, ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് പോകുന്ന ആളുകൾ. ആ ചെറുപ്പക്കാർക്ക് ഒരു സ്റ്റേഡിയം എന്നുള്ളത് പ്രായരിയുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. പ്രായരുടെ മാത്രമല്ല, കണ്ണാടിയുടെയും മാത്തൂരിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും എല്ലാം ആവശ്യം. ആ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുവാൻ സംസ്ഥാന സർക്കാരാണ് തടസ്സം നിന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിലും ആ പാർട്ടിക്ക് പ്രായരി എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു പ്രയാസം. അപ്പോ ആ പ്രയാസം കൂടി മാറ്റിയാൽ ഇവിടെ നിൽക്കുന്ന ചെറുപ്പക്കാരെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, നമുക്ക് എപ്പോ സ്ഥലം കിട്ടുന്നോ അപ്പോൾ തന്നെ പ്രായരിയുടെ അഭിമാനമായ ഒരു സ്റ്റേഡിയം ഉയർത്തുവാൻ 5 കോടി രൂപ നമ്മൾ അവിടെ വിനിയോഗിച്ചുകൊണ്ട് സ്റ്റേഡിയത്തിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകും. നമ്മൾ ഒരു തരത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കാണിച്ചിട്ട് ഇപ്പൊ സമരം ചെയ്ത വാർഡ് മെമ്പർമാർക്ക് അവരാവശ്യപ്പെട്ട റോഡുകളും പാലങ്ങളും ഗലികളും എല്ലാം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഉത്തരവാദിത്തം അത് നിറവേറ്റിട്ടുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ പലപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായ MLA-മാർ നമ്മുടെ ത്രിതല പഞ്ചായത്ത് മെമ്പർമാരോട് ആ ജനാധിപത്യപരമായ മര്യാദ പലപ്പോഴും കാണിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ 18,000-ലധികം വോട്ടുകൾക്ക് പാലക്കാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ഈ എളിയവനായി എന്നെ വിജയിപ്പിച്ചത് ഈ നാട്ടിൽ വികസന പ്രവർത്തനം നടത്തുവാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ ആരെല്ലാം എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടാക്കിയാലും ഏത് പ്രതിബന്ധം ഉണ്ടാക്കിയാലും ആ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും എല്ലാം അതിജീവിച്ച് ഈ നാട്ടിൽ വികസന പ്രവർത്തനം കൊണ്ടുവന്നിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു.